ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ ലേണിംഗ്. സോ നിങ്ങളുടെ US പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് മാത്തമാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരലൽ ലൈൻസ്, അതായത് സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ CD ഈസ് പാരലൽ ടു AB. The line PQ intersect AB and PQ at R and S respectively. Which of the following is equal to 180 degree? അപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ AB-ക്ക് സമാന്തരമാണ് CD. അപ്പോൾ ഏതൊക്കെയാണ് AB യും CD നമുക്ക് നോക്കാം. ഇതാണ് AB വരുന്നത്, ഇതാണ് CD വരുന്നത്. അപ്പോൾ AB-ക്ക് സമാന്തരമാണ്, AB-ക്ക് പാരലൽ ആണ് CD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PQ എന്ന വര AB-യെയും CD-യെയും S-ലും അതുപോലെ തന്നെ ഏതിലും മുറിച്ച് കിടക്കുന്നു, R-ലും മുറിച്ച് കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചുവടെ തന്നിരിക്കുന്നതിൽ 180 ഡിഗ്രിക്ക് തുല്യമായത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടൊന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റത്തെ ഓരോ ഓപ്ഷൻസ് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോ ഈ ഒരു രണ്ട് ലൈന് പാരലൽ ആണെങ്കിൽ, ഇപ്പൊ AB-യും അതുപോലെ തന്നെ CD-യും പാരലൽ ആണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ ഒരു ആംഗിൾ, ഞാനിപ്പോ ഈ ഒരു ആംഗിൾ മാർക്ക് ചെയ്യാണ്. അതിന്റെ പോലെ തന്നെ ഈ ഒരു ആംഗിൾ അതും എന്തായിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും. കാരണം അതിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഇനി അങ്ങനെയല്ല, ഞാൻ ഈ രണ്ട് ലൈൻസ് കൺസിഡർ ചെയ്യാണ്. ഏതൊക്കെയാണ്? ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും കൺസിഡർ ചെയ്യാണ്. ഇതിന്റെ സമ്മും കൃത്യമായിട്ട് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാണ്, അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാണ്. ഇതിന്റെ സമ്മ് എന്തായിരിക്കും, കൃത്യമായിട്ട് 180 ആയിരിക്കും. ഈ ഒരു രണ്ടെണ്ണത്തിന്റെയും സമ്മ് എന്തായിരിക്കും, 180 ആയിരിക്കും. സോ ഓരോ ഓപ്ഷൻസ് എടുത്ത് ചെക്ക് ചെയ്യാം, അതാണോ കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റത്തെ എന്താ പറയുന്നത്, ആംഗിൾ ARS പ്ലസ് ആംഗിൾ CSQ. അപ്പൊ ഏതാണ് ഈ ആംഗിൾ ARS? ഈ ഒരു ആംഗിൾ ആണ് ആംഗിൾ ARS. അതുപോലെ തന്നെ ആംഗിൾ CSQ ഈ ഒരു ആംഗിൾ ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് നോക്കുക. ഈ ഒരു ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ആംഗിളും വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ലൈനിന്റെ താഴത്താണ് ഈ ഒരു ആംഗിൾ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലൈനിന്റെ താഴത്താണ് ഈ ഒരു ആംഗിൾ വരുന്നത്. ആക്ച്വലി അത് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾ എന്നാണ് വിളിക്കുക. കറസ്പോണ്ടിങ് കോണുകളാണ് നമുക്കത് വരുന്നത്. സോ കൃത്യമായിട്ട് ആ രണ്ട് ആംഗിൾസ് എന്താണ് വരിക, ഈക്വൽ ആണ് വരിക. അതിന്റെ സമ്മ് 180 അല്ല, മറിച്ച് അത് രണ്ടും എന്താണ്, തുല്യമായിട്ടാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. സോ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ അല്ല എന്നുള്ളത് നമുക്ക് എന്തായി, അവിടെ നിന്ന് മനസ്സിലായി. ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ അല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കൺസിഡർ ചെയ്യാം. ആംഗിൾ PRA എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് വരുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ QSD എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. എടാ, ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ഈ ഒരു ആംഗിള് എന്താണോ അത് തന്നെ ആയിരിക്കും ഈ ഒരു ആംഗിൾ. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് അല്ലെ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും, കൃത്യമായിട്ട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഒരു ആംഗിൾ എന്താണോ അത് തന്നെയായിരിക്കും ഈ ഒരു ആംഗിൾ വരിക. കാരണം എന്താണ്, ഇങ്ങനെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ഈ ആംഗിളും കറസ്പോണ്ടിങ് അല്ലേ. ദാറ്റ് മീൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ രണ്ട് ആംഗിളും എന്താണ്, ആക്ച്വലി ഈക്വൽ ആണ്, തുല്യമാണ്. സോ രണ്ടാമത്തെ ഓപ്ഷനും നമ്മുടെ ആൻസർ എന്തല്ല, അല്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ ആൻസർ അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ആംഗിൾ PRB. ഏതാണ് PRB? ഈ ഒരു ആംഗിൾ ആണ്. ഇതാണ് PRB എന്ന് പറയുന്നത്. ഇനി ആംഗിൾ CSQ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. ഇവിടെയും നമുക്ക് സെയിം ലോജിക് തന്നെ യൂസ് ചെയ്യാം. എന്താണ്, നമ്മുടെ വെർട്ടിക്കൽ ആംഗിൾസിന്റെ കേസ് തന്നെ യൂസ് ചെയ്യാം. അതായത് ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ആംഗിൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആംഗിളും കൃത്യമായിട്ട് അതിന് ഈക്വൽ ആയിരിക്കൂലേ. കാരണം എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും കറസ്പോണ്ടിങ് ആണ്. സോ സിംപ്ലി അത് ഈക്വൽ ആയിരിക്കും. സോ ആ ഒരു ഓപ്ഷനും അല്ല നമ്മുടെ ആൻസർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇപ്പൊ എയും ബിയും അതുപോലെ തന്നെ സിയും അല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അല്ലെ. PRBയും അതുപോലെ തന്നെ CSQയും നമ്മൾ നോക്കി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കുക. ആംഗിൾ PRA എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ CSQ ഈ ഒരു ആംഗിളും ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. എന്താണ്, ഇപ്പൊ ഈ രണ്ട് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. അതുപോലെ തന്നെ ഈ പുറത്തുള്ള രണ്ട് ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, സെയിം സൈഡിൽ എക്സ്റ്റീരിയർ പുറത്തായിട്ട് വരുന്ന രണ്ട് കോണുകൾ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് 180 ഡിഗ്രി കിട്ടും. സോ ഓപ്ഷൻ D ആണ് നമുക്ക് അവിടെ കൃത്യമായിട്ട് റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക, വരുന്നുണ്ടായിരിക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്, ദ ലൈൻ PQ ഇന്റർസെക്ട് ദ ലൈൻ RS അറ്റ് O. അപ്പൊ PQ എന്ന് പറയുന്ന ലൈന് RSനെ എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, O എന്ന് പറയുന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കുക, PQ എന്ന വരയെ RS എന്ന വര O എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ആ ബിന്ദു എന്ന് പറയുന്നത്, ഇതാണ് ആ ബിന്ദു. ഇവിടെയാണ് RS എന്ന വരയും അതുപോലെ തന്നെ PQ എന്ന വരയും എന്ത് ചെയ്യുന്നത്, കൂട്ടിമുട്ടുന്നത്. ഇനി ബാക്കി എന്താ പറയുന്നത്, the measure of angle POS is 9 times the measure of angle SOQ. അല്ലെ, POS ന്റെ അളവ് എന്ന് പറയുന്നത്
എസ് ഒ ക്യൂവിന്റെ അളവിന്റെ 9 മടങ്ങാണ്. അപ്പൊ എസ് ഒ ക്യൂ എന്ന് പറയുന്ന ആംഗിൾ ഉണ്ടല്ലോടാ, എസ് ഒ ക്യൂ എന്ന് പറയുന്ന ആംഗിൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, എസ് ഒ ക്യൂ. ഓക്കെ, ഈ എസ് ഒ ക്യൂവിനെ ഞാൻ എക്സ് ആണ് എന്ന് വിളിക്കുകയാണ്. എസ് ഒ ക്യൂ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എസ് ഒ പി എന്തായിരിക്കും, അല്ലെങ്കിൽ പി ഒ എസ് എന്ന് പറഞ്ഞാലും എസ് ഒ പി എന്ന് പറഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ്. പി ഒ എസ് എത്രയായിരിക്കോടാ, ഇതിന്റെ 9 മടങ്ങല്ലേ. അപ്പൊ ആ ഒരു ആംഗിൾ അല്ലെങ്കിൽ ആ ഒരു കോൺ നമ്മൾ എടുത്തത് എക്സ് അല്ലേ. അപ്പൊ അതിന്റെ 9 മടങ്ങ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ 9 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാ, 9x അല്ലേ. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആണോ? ജസ്റ്റ് നോക്കിക്കോ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോൺ വരുന്നത് എത്രയാണ്, ഇതിന്റെ 9 മടങ്ങാണ്. ദാറ്റ് മീൻസ് 9x ആയിരിക്കും. ഓക്കെ, നമ്മളോട് ചോദിക്കുന്നത് എന്താ, നമുക്ക് എസ് ഒ ക്യൂവിന്റെ അളവ് കാണണം. അതായത് ഈ ഒരു കോണിന്റെ അളവ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കാണേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ അറിയാവുന്ന കാര്യം എന്താ, ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം, 180 വരണം. കാരണം നമുക്കറിയാം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഈ മുകളിലുള്ള ആംഗിൾ എത്രയായിരിക്കും ഇവിടെ, 180 ഡിഗ്രി ആയിരിക്കും, 150 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ജസ്റ്റ് ഒരു വരയാണ് അല്ലേ. അതിന്റെ മുകളിലുള്ള ഈ ഒരു ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 150 ആയിരിക്കും. ഇപ്പൊ ഒരു വൃത്തത്തിന്റെ ടോട്ടൽ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 360 ആണ്, 360 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈനിന്റെ ആംഗിൾ ചോദിച്ചാൽ നമുക്കറിയാം 180 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ജസ്റ്റ് നോക്കുക, എക്സ് പ്ലസ് 9x ഈ രണ്ട് ആംഗിൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 വരണം ആണല്ലോ. ഒരു എക്സിലേക്ക് 9x കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 10x ആയി. 10x ഈസ് ഈക്വൽ ടു 180. എടാ 10നോട് കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 180 കിട്ടുക? 10നോട് കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് 10നോട് കൂടെ നമ്മൾ ഒരു നമ്പർ ഗുണിച്ചു, നമുക്ക് ഏതാ കിട്ടുക? ഓക്കെ, അപ്പൊ നോക്കുക, നമുക്ക് എക്സിന്റെ വാല്യൂ 180 ഡിഗ്രി ആണ്. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എസ് ഒ ക്യൂവിന്റെ വാല്യൂ ആണ്. അപ്പൊ നോക്കുക, എസ് ഒ ക്യൂ ഓക്കെ 18 ഡിഗ്രി ആണ്. പക്ഷെ ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. സോ ഓപ്ഷൻ അവിടെ എന്താണ്, റോങ് ആണ്. നമ്മുടെ ആൻസർ ആയിട്ട് വരും എന്താണ്, നമുക്ക് 18 ഡിഗ്രി ആണ്. 18 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ഇൻ എ റെക്ടാങ്കിൾ, ഡ്രോൺ ഇൻ എ റെക്ടാങ്കിൾ. അപ്പൊ എന്താണ്, ഒരു റെക്ടാങ്കിളിനുള്ളിലായിട്ട് അല്ലെ, ഒരു ചതുരത്തിനുള്ളിലായിട്ട് എന്താണ്, ഒരു ത്രികോണം വരച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാനുള്ളത് ആ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ഒരു ത്രികോണം ഉണ്ടല്ലോ, ആ ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ ഏതൊക്കെയായിരിക്കും, അതാണ് നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ നമുക്കിവിടെ അറിയേണ്ടതായിരിക്കേണ്ട ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഒരു കാര്യം, ഓരോ ചതുരത്തിന്റെയും എല്ലാ ആംഗിളും എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് ആംഗിൾ 90 ആവും, ഇത് 90 ആവും, ഇത് 90 ആവും, ഇത് 90 ആവും, എല്ലാം 90 ആയിരിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് അറിയേണ്ടത്, ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. അത് എല്ലാ ത്രികോണത്തിനും അങ്ങനെ തന്നെയാണ്, എല്ലാ ട്രയാങ്കിളിനും അങ്ങനെ തന്നെയാണ്. 3 ആംഗിൾസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി എന്ത് ചെയ്യണം, കിട്ടണം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഓക്കെ, ആദ്യം നമുക്ക് ഈ ഒരു ചെറിയ ആംഗിൾ കാണാം. ഇവിടെയുള്ള ഈ ഒരു ചെറിയ ആംഗിൾ ടോട്ടൽ നമുക്ക് 90 വരണം അല്ലെ. ഈ ഒരു ടോട്ടൽ ആംഗിൾ നമുക്ക് 90 വരണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ചതുരത്തിന്റെ എല്ലാ ആംഗിളും 90 ആണ്. അപ്പൊ ഈ ഒരു ടോട്ടൽ ആംഗിൾ നമുക്ക് 90 ആണ് വരിക അല്ലെ. സോ ഈ ഒരു ചെറിയ ഭാഗം മാത്രം നമുക്ക് എത്ര വരും, 90യിൽ നിന്ന് ഇവിടെയുള്ള ഈ ഒരു 25 മൈനസ് ചെയ്താൽ മതി. അപ്പൊ 90 മൈനസ് 25 എന്ന് പറഞ്ഞാൽ എത്ര വരും, 90 മൈനസ് 25 നമുക്ക് 65 വരും. ഇവിടെ 65 ഡിഗ്രി വന്നു, 65 ഡിഗ്രി. ഓക്കെ ആണല്ലോ, ഇവിടെ നമുക്ക് 65 ഡിഗ്രി വന്നു. ഇനി ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ, ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനി ആ ആംഗിൾ നമുക്ക് എത്രയായിരിക്കും വരുന്നുണ്ടായിരിക്കുക? നോക്കുക, ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി അല്ലേ. ഇവിടെ ഈ ഒരു ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ മാത്രം എന്ത് ചെയ്താൽ മതി, 90യിൽ നിന്ന് 40 കുറച്ചാൽ മതി. ഇവിടെയുള്ള ഈ ഒരു ചെറിയ ആംഗിൾ ആയിട്ടുള്ള 40 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 50 ഡിഗ്രി വന്നു. 50 ഡിഗ്രി നമുക്ക് വന്നു. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്, ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം, 180 കിട്ടണം. അപ്പോൾ ഒരു ആംഗിൾ 65 ആയി, മറ്റേ ആംഗിൾ 50 ആയി. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 115 ഡിഗ്രി ആയി. ഇനി 115ലേക്ക് എത്ര കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് എത്ര കിട്ടുക, നമുക്ക് 180ലോട്ട് എത്തുക? എത്രയായിരിക്കും, 65 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ 65. അപ്പോൾ ഫസ്റ്റത്തെ ആംഗിൾ 65, രണ്ടാമത്തെ ആംഗിൾ 50 ഡിഗ്രി, മൂന്നാമത്തെ ആംഗിളും 65 ഡിഗ്രി. അപ്പോൾ 2 65 ഉണ്ട്, അതുപോലെ തന്നെ ഒരു 50 ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 2 65ഉം ഒരു 50ഉം അല്ലേ. ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ. ഈ ഒരു 90 എന്ന് പറയുന്നത് ഇവിടുത്തെ 90 ആണ് കേട്ടോ. ഈ ഒരു 90 ഡിഗ്രിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.
ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടെ 65, 50 ഡിഗ്രി അതുപോലെ തന്നെ 65 ഡിഗ്രി. ഈ 3 ആംഗിളാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക അവിടെ വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പി ക്യു ആൻഡ് ആർ എസ് ആർ പാരലൽ. അവിടെ പി ക്യൂവും അതുപോലെ തന്നെ ആർ എസും എന്താണ്? സമാന്തര വരകളാണ്, പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കണ്ടെത്താനായിട്ടുള്ളത്? പി ക്യു എമ്മിന്റെ അളവ് അവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു കോണിന്റെ അളവ്, കോണളവ് അവിടെ കൊടുത്തിട്ടുണ്ട് 110 ഡിഗ്രി ആണ് അല്ലേ? അവിടെ ആ ഒരു പിക്ചറിലും അത് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? പി ക്യു എമ്മിന്റെ അളവ് എന്ന് പറയുന്നത് 110 ഡിഗ്രി ആണ്. ഇനി ആർ എസ് എമ്മിന്റെ അളവ് എന്ന് പറയുന്നത് 150 ആണ്. ആർ എസ് എമ്മിന്റെ അളവ് എന്ന് പറയുന്നത് 150 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് എസ് എം ക്യൂ? എസ് എം ക്യൂവിന്റെ അളവ്, അതായത് ഈ ഒരു ആംഗിളിന്റെ അളവ് എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ആംഗിളിന്റെ അളവ് എത്രയായിരിക്കും എന്നുള്ളതാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത്. സോ ഞാനിവിടെ ചെയ്യുന്ന പരിപാടി ജസ്റ്റ് നോക്കിക്കോ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ പി ക്യൂവും ആർ എസും എന്താണ്? സമാന്തര വരകളാണല്ലോ. സോ അതിന് സമാന്തരമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? വേറൊരു ലൈനും കൂടി വരക്കാണ്. ജസ്റ്റ് നോക്കിക്കോ, അതിന് സമാന്തരമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇതിലൂടെ വേറൊരു ലൈനും കൂടി വരക്കാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ അത് നീട്ടി വരക്കാം. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുണ്ട്, പി ക്യൂവും അതുപോലെ തന്നെ ആർ എസും രണ്ട് സമാന്തര വരകളാണ്. സോ അതിന് സമാന്തരമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് വേറെ ലൈനും കൂടി വരക്കാണ്. ജസ്റ്റ് നോക്കിക്കോ, ഇവിടെ നിന്നാണ് ഞാൻ വരക്കുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ആ ലൈന് കൃത്യമായിട്ട് സ്ട്രേറ്റ് ലൈൻ അല്ല, പക്ഷെ അത് അങ്ങനെയാണെന്ന് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് രണ്ട് ആംഗിൾസ് കൺസിഡർ ചെയ്യാം. ഏതൊക്കെയാണ് രണ്ട് ആംഗിൾ നോക്കുക. ഒന്ന് ഈ മുകളിലുള്ള ആംഗിളാണ്, ഞാൻ ഈ പച്ച കളറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ആംഗിളാണ്. ഒന്ന് ഈ താഴെയുള്ള ആംഗിളാണ്. ഓക്കെ, ഞാനൊരു ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പച്ച കളറിലുള്ള ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഈ കറുപ്പ് കളറിലുള്ള ഈ ഒരു ആംഗിളും, ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ, ഇത് രണ്ടും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ആൻസർ ആയി. കാരണം ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഈ ഒരു ആംഗിളിന്റെ എന്തായി? നമുക്ക് അതിന്റെ കോണളവ് എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ ആണല്ലോ. സോ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? നോക്കാം, നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ എന്താ പഠിച്ചത്? ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് രണ്ട് സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ പോവാണ്. ഓക്കെ, രണ്ട് സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ട്രാൻസ്വേഴ്സൽ വരക്കാണ്. ഇതിന് ട്രാൻസ്വേഴ്സൽ എന്നാണ് പറയാം. ഞാൻ ഒരു ടേം അറിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് അതിനെ ക്രോസ് ചെയ്യുന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ്? ഒരു ലൈന് വരക്കാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ലൈന് വരക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ആംഗിളും എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. സപ്ലിമെന്ററി ആയിരിക്കും എന്നാൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇത് 120 ആയിരിക്കും. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി 150 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഈ ഒരു കേസിൽ ഇപ്പൊ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. ഇവിടെ നമുക്ക് ഇത് 110 വന്നു കഴിഞ്ഞാൽ ഈ ഒരു പച്ച ആംഗിൾ എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? അത് രണ്ടും കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര വരണം? നമുക്ക് 180 വരണം. ഓക്കെ, രണ്ടും കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 180 ഡിഗ്രി വരേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ആംഗിൾ നിങ്ങൾക്ക് 150 ആണ് തന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഈ ഒരു കറുപ്പിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര വരണം? 180 വരണം. സോ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ആൻസർ എന്തായിരിക്കും? അവിടെ രണ്ട് ചെറിയ ആംഗിൾസ് നമുക്ക് കിട്ടി. പച്ചയിലുള്ള ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. 70 ഡിഗ്രിയാണ്. ജസ്റ്റ് നോക്കുക, 70 ഡിഗ്രിയാണ്. പ്ലസ് അവിടെ ആ ഒരു ബ്ലാക്കിൽ നമ്മൾ വരച്ചിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ 70 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി 100 ഡിഗ്രി ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക? അവിടെ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ കാര്യം വളരെ സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ ആകെ ഈ ഒരു പഠിച്ച കൺസെപ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ? അവിടെ ജസ്റ്റ് ആ ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കണം, അവിടെ ഒരു നേരക്കുള്ള ഒരു വര വരക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവിടെ ആംഗിൾസ് എങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ നമ്മൾ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ അതിൽ പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഐറ്റമാണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ രണ്ട് ലൈൻ തന്നിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളും എന്താവില്ല? അതിന്റെ രണ്ടിനും കൂടി സമ്മ 180 ആവില്ല. ഓക്കെ, അത് വെറുതെ ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ആവില്ല. അങ്ങനെ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലൈൻസ് എന്താവണം? പാരലൽ ആവണം, അല്ലെങ്കിൽ സമാന്തരമാവണം. പാരലൽ ആവണം. പാരലൽ ആവുന്ന സമയത്താണ് ഈ രണ്ട് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആവുക. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ രണ്ട് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആവുക. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കുക, ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ ആർ പാരലൽ ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് സ്മോൾ ട്രയാങ്കിൾ. The angles of small triangle are marked A degree, B degree, C degree.
കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഇൻ ദ സെയിം ഓർഡർ. അപ്പൊ എന്താ പറയുന്നത്, ചിത്രത്തിൽ വലത് ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾ ചെറിയ ത്രികോണത്തിന്റെ ഇടതും വലതും വശങ്ങൾക്ക് സമാന്തരമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ ഈ ഒരു വലിയ ത്രികോണം നിങ്ങൾ കാണുന്നുണ്ട്, ഇതിന്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇതാണ് ഇടത് സൈഡ്, അതും അതുപോലെ തന്നെ ഈ ഒരു സൈഡും എന്താണ്, പാരലൽ ആണ്. അത് പാരലൽ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആംഗിൾ എന്താണോ അത് തന്നെയായിരിക്കും ഈ ഒരു ആംഗിളും. അതായത് ഇവിടെ എന്താണോ ആംഗിൾ അത് തന്നെ ആയിരിക്കും ഈ എ എന്ന് പറയുന്ന ഈ ഒരു ആംഗിളും എന്ത് ചെയ്യുക, വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ. ഇനി ജസ്റ്റ് മനസ്സിലാക്കുക, ഇവിടെ ഈ ഒരു 60 ഡിഗ്രി ഇല്ലേ, അത് തന്നെയായിരിക്കും ഈ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് സാർ, വെറുതെ അങ്ങനെയാണ് പറയാണോ? എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത്? പറയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ജസ്റ്റ് നോക്കാം. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റ് എന്താണ് വരുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്. ജസ്റ്റ് രണ്ട് ലൈൻ കൺസിഡർ ചെയ്യുക, രണ്ട് പാരലൽ ലൈൻസ് ആണ്. അതിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ക്രോസ് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാണ്. ഓക്കെ, രണ്ട് ലൈനിലും ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഒരു ട്രാൻസ്വേഴ്സൽ അല്ലെങ്കിൽ ഒരു ലൈൻ വരയ്ക്കാണ്. അപ്പൊ ആ ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു കോണും എന്തായിരിക്കും, സപ്ലിമെന്ററി ആയിരിക്കും, അല്ലെങ്കിൽ 180 ആയിരിക്കും. ഇനി ഞാൻ ഈ ഒരു കോണ് മായ്ച്ചു. ഓക്കെ, ഈ ഒരു കോണ് മായ്ച്ചു, അതിന്റെ പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ മുകളിലുള്ള കോണ് കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഈ ഒരു കോണും എന്തായിരിക്കും, തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ വേറെ കളറിൽ മാർക്ക് ചെയ്യാം, ഈ ഒരു കോണും അതുപോലെ തന്നെ ഈ ഒരു കോണും എന്തായിരിക്കും, തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഈ താഴെ വരുന്ന ഈ ഒരു കോണും തുല്യമായിരിക്കും. ലാസ്റ്റ് വരുന്ന ഈ ഒരു കോണും അതുപോലെ തന്നെ ഈ ഒരു കോണും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇതൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ്, ആംഗിൾസ് ആണ്. ഇനി നോക്കുക, ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും, കാരണം എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും, ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് വേറെ കളറിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പച്ചയിൽ കാണുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ അൾട്ടിമേറ്റ്ലി അവിടെ രണ്ട് ആംഗിളേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഈ രണ്ട് ആംഗിൾ തന്നെയാണ്, ഒരു ആംഗിൾ 4 വട്ടം വന്നു, രണ്ടാമത്തെ ആംഗിൾ 4 വട്ടം വന്നു. ഓക്കെ, ഇനി ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യാണ്, ഈ ഒരു പിക്ചർ ഒന്ന് ചെരിക്കുകയാണ്. പിക്ചർ ചെരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ വരച്ചത് ഇങ്ങനെയാണ്, ഇങ്ങനെ രണ്ട് ലൈൻ വരച്ചു, അതിന് കുറുകെ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വന്നു. ഇത് ഞാൻ നേരെ തിരിച്ചു, ഇങ്ങനെയാക്കി, അത് രണ്ട് ലൈൻ ഇങ്ങനെ പാരലലായിട്ട് വരച്ചു. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ, കൺസെപ്റ്റ് അവിടെ മാറൊന്നുമില്ലല്ലോ. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഒരു പാരലൽ ലൈൻ വരച്ചു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ആ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ വേണ്ടതായിട്ട് വരുന്നത്. സോ ഇവിടെ നോക്കുക, ഈ ഒരു ലൈന് ഏത് ലൈന്, ഈ ഒരു ലൈന് ഇതിന്റെ ഇവിടെ ഉള്ളതും അതുപോലെ തന്നെ ഇതിന്റെ ഇവിടെ ഉള്ളതും ഈക്വൽ ആയിരിക്കും. പക്ഷെ നമുക്ക് അവിടെ വരുന്നില്ല. പിന്നെ നമുക്ക് വരുന്ന ആംഗിൾസ് എന്ത് ചെയ്യാം, ലാസ്റ്റ് പറഞ്ഞത് വേണ്ട, ഈ ഇവിടെ ഉള്ളത് വേണ്ട. സോ ഈ ഒരു പിക്ചർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ആംഗിളും അതുപോലെ തന്നെ അടുത്ത പാരലൽ ലൈനിന്റെ ഇവിടെയുള്ള ആംഗിളും ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലൈനിന്റെ ഇവിടെയുള്ള ആംഗിളും അതുപോലെ തന്നെ ഈ ഒരു ലൈനിന്റെ ഇവിടെയുള്ള ആംഗിളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ വളരെ 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 സിമ്പിൾ ആയിട്ട് നമുക്ക് ഏറ്റവും ഫസ്റ്റ് പറയാൻ പറ്റുന്ന കാര്യം എന്താ, ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം, ഇത് 60 ആണെങ്കിൽ സി എന്ന് പറയുന്നത് എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സി 60 ആണെന്ന് കിട്ടിയോ? അപ്പൊ തന്നെ ആക്ച്വലി നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. കാരണം സി 60 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കത്തിക്കഴിഞ്ഞാൽ നോക്കുക, നമുക്ക് കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഇൻ സെയിം ഓർഡർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എ ബി സി ആ ഒരു ഓർഡറിൽ വരണം. അപ്പൊ മൂന്നാമത്തെ നമുക്ക് 60 ഡിഗ്രി വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് ഡി ആണ്. അപ്പൊ തന്നെ നമുക്ക് എന്തായി, നമ്മുടെ ആൻസർ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു കോലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അവിടെ എത്തി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരിക. പക്ഷെ നമ്മൾ അവിടെ നിർത്തുന്നില്ല, നമ്മൾ കൃത്യമായിട്ട് പറയാം എങ്ങനെയാണ് നമുക്ക് കിട്ടിയെന്നുള്ളത്. ഇനി ജസ്റ്റ് നോക്കാം, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വരുന്നത് അല്ലേ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഈ 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം, നമുക്ക് 180 കിട്ടണം. ആ 180 ഇവിടെ ഓൾറെഡി ഏതൊക്കെ ആംഗിൾ വന്നിട്ടുണ്ട്, 60 വന്നിട്ടുണ്ട്, 70 വന്നിട്ടുണ്ട്, 60ഉം 70ഉം വന്നിട്ടുണ്ട്. അപ്പൊ 60 + 70 130 ആണ്. അപ്പൊ 130ലേക്ക് എത്ര കൂടി ആഡ് ചെയ്യണം, 50 കൂടി ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്നത് 50 ആണ് നമുക്ക് കിട്ടി. എ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്നുള്ളത് നമുക്ക് കിട്ടി, 50 ഡിഗ്രി ആണെന്നുള്ളത് കിട്ടി. ഇനി ജസ്റ്റ് നോക്കുക, എ 50 സി 60 അപ്പൊ 50 + 60 110 ആണ്. 3 ആംഗിൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം, നമുക്ക് 150 കിട്ടണം. സോ ബി എന്ന് പറയുന്നത് 70 ഡിഗ്രി ആയിരിക്കും. സോ 50, 70, 60 എ ബി സി അല്ലേ, ഏത് ഓപ്ഷനാ, നമുക്ക് ഓപ്ഷൻ ഡി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ പാരലൽ. ഓക്കെ, തന്നിരിക്കുന്ന ഫിഗറിൽ മുകളിലുള്ള ലൈന് അല്ലേ ഏതാണ്,
ഈ ഒരു ലൈനാണ്, ഇതും അതുപോലെ തന്നെ താഴെയുള്ള ഈ ഒരു ലൈനും എന്താണ്, പാരലൽ ആണ് എന്നാണ് പറയുന്നത്. നോക്കുക, ഈ മുകളിലുള്ള ലൈനും അതുപോലെ തന്നെ താഴെയുള്ള ഈ ഒരു വരയും എന്താണ്, സമാന്തര വരകളാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് കോണുകൾ നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 110ഉം അതുപോലെ തന്നെ 120ഉം ആണ്. അപ്പൊ 110 എന്ന് പറയുന്ന ആംഗിൾ ഏതാണ്? ഈ ഒരു ആംഗിൾ ആണ്. അതുപോലെ തന്നെ 120 ഈ ഒരു ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് ആംഗിൾ കണ്ടെത്തണടാ? നിങ്ങൾക്ക് ആംഗിൾ PYR കണ്ടെത്തണം. ഏതാണ്? നിങ്ങൾക്ക് ആംഗിൾ PYR കണ്ടെത്തണം. ഓക്കെ, PYR ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ പല വ്യത്യസ്ത രീതികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഒരു രീതി നമുക്ക് നോക്കാം. ജസ്റ്റ് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം കൺസെപ്ച്വലി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ഈ ഒരു ആംഗിള് 110 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഓക്കെ, അതിലാർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഡിഗ്രി ആയിരിക്കുമല്ലോ. കാരണം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ഈ ഒരു ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി വരണം. ഓക്കെ, ആ ഒരു ആംഗിൾ 70 ഡിഗ്രി ആയി. ഇനി ജസ്റ്റ് കൺസിഡർ ചെയ്യുക, ഇതൊരു പാരലൽ ലൈന്, ഇതൊരു പാരലൽ ലൈൻ, ഇത് രണ്ട് പാരലൽ ലൈന്. അപ്പൊ ഇതിന് ഈ രണ്ട് ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടൂലേ? ദാറ്റ് മീൻസ് ഇവിടെയും 70 ഡിഗ്രി ആവൂലേ? അല്ലേ? അതായത് ഈ ഒരു 110ഉം 110നോട് കൂടെ 70ഉം കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, 180 ഡിഗ്രി ആയിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. നമുക്ക് ഈ ഒരു ആംഗിൾ 120 വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു രണ്ട് സമാന്തര വരകൾ, അതിനോട് കുറുകെ വരുന്ന ഈ ഒരു ലൈന്, അപ്പൊ ഇതും ഇവിടെ ഉള്ള വരുന്ന ആംഗിളും കൂടി എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സോ ഈ ഒരു ആംഗിൾ എത്ര വന്നു? 60 ഡിഗ്രി വന്നില്ലേ? ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി വന്നു. അപ്പോ ഇനി എന്ത് ചെയ്യാ, ഞാൻ ആ ട്രയാംഗിൾ ഒന്നും ഇങ്ങോട്ട് മാറ്റി വരക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ട്രയാംഗിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊന്ന് മാറ്റി വരക്കുന്നുണ്ട്. ഏത് ട്രയാംഗിൾ ആണ്? ഈ ഒരു ട്രയാംഗിൾ. ജസ്റ്റ് നോക്കുക, ഈ ഒരു സോറി ഏത് ട്രയാംഗിൾ ആണ്? നോക്കുക, ഈ ഒരു ട്രയാംഗിൾ. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരക്കാണ്. ജസ്റ്റ് നോക്കാം, ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാറ്റി വരക്കാണ്. ഞാൻ ഇങ്ങനെ മാറ്റി വരച്ചു. ഓക്കെ, ഈ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? ഈ ഒരു ലൈൻ നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു ആംഗിളാണ് നമുക്ക് കാണേണ്ടത്. അതായത് ഈ ഒരു ആംഗിളാണ് നമുക്ക് കാണേണ്ടത്. ഈ ഒരു ആംഗിളാണ് നമുക്ക് കാണേണ്ടത്. ഓൾറെഡി ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ് നമുക്ക് കിട്ടി. ഈ ഒരു ആംഗിൾ 70 ഡിഗ്രി ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്ര ആയിരിക്കും? 50 ഡിഗ്രി. കാരണം 50 ഡിഗ്രി ആയി കഴിഞ്ഞാലാണ് മൂന്നും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് 180 ഡിഗ്രി വരുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം നോക്കുക, ബാക്കിയുള്ള ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 180ൽ നിന്ന് 50 കുറച്ചാൽ മതി. കാരണം നോക്കുക, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഈ ഒരു ഭാഗത്ത് 50 വന്നു. അപ്പോൾ ബാക്കിയുള്ളത് 180 മൈനസ് 50 ആയിരിക്കും. ദാറ്റ് മീൻസ് 130 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? സോ 130 ആണ് നിങ്ങൾക്ക് ആൻസർ വരിക. 130 ആയിരിക്കും ആൻസർ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ട്രയാംഗിൾ one angle is twice the smallest angle. Largest angle is thrice the smallest angle. What is the measure of the largest angle? ഓക്കെ, അങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ഒക്കെ ആണെന്ന് ഫീൽ ചെയ്യാം. സിമ്പിളാണ്. എന്താ പറയുന്നത്, ഒരു ത്രികോണത്തിന്റെ ചെറിയ കോൺ അതിന്റെ ഇരട്ടിയാണ് രണ്ടാമത്തെ കോൺ. ഓക്കെ, ഒരു ട്രയാംഗിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ജസ്റ്റ് ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ട്രയാംഗിളിന് 3 കോണുകളുണ്ട്. അപ്പൊ ഇതാണ് ഏറ്റവും ചെറുത്. ഓക്കെ, ഇതാണ് ഏറ്റവും ചെറുത്, അത് ഏറ്റവും ചെറുത്. അപ്പൊ ഞാൻ 3 എന്ന് മാർക്ക് ചെയ്യാം, കാരണം ഏറ്റവും ചെറുത്. ഇത് രണ്ടാമത്തത്, ഇതിന് ഞാൻ ഫസ്റ്റ് എന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരേപോലെ, ഞാനത് സ്കെയിൽ വെച്ചിട്ടൊന്നല്ലല്ലോ വരച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഒരേപോലെ ഉണ്ടാവും, പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഞാൻ അതിനൊരു എക്സ് എന്ന് വിളിക്കുകയാണ്. മൂന്നാമത്തെ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടാമത്തെ ആംഗിൾ എന്തായിരിക്കും? 2x ആയിരിക്കും. എന്താണ്?
ചെറിയ കോണിന്റെ ഇരട്ടിയാണ് അല്ലേ? ഒരു ത്രികോണത്തിന്റെ ചെറിയ കോണിന്റെ ഇരട്ടിയാണ് രണ്ടാമത്തെ കോൺ. അപ്പൊ രണ്ടാമത്തെ കോൺ എന്ന് പറയുന്നത് 2 × x ആയിരിക്കും അല്ലേ? ഫസ്റ്റത്തെ ഏറ്റവും ചെറുത് x ആണ്, അപ്പൊ അതിനേക്കാളും ഇരട്ടി 2x. ഇനി അതുപോലെ തന്നെ വേറെ എന്താ കാര്യം പറയുന്നത്? വലിയ കോൺ ചെറിയ കോണിന്റെ 3 മടങ്ങാണ്. അപ്പൊ ഏറ്റവും ചെറിയ കോൺ x ആണ്, അതിന്റെ 3 മടങ്ങ്, ദാറ്റ് മീൻസ് 3x അല്ലേ? അതാണ് ഏറ്റവും വലിയ കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കോണുകളും നമുക്ക് കിട്ടി. എത്രയൊക്കെയാണ് ഓരോ കോണുകളും നമുക്ക് കിട്ടി? ഒന്ന് x ആണ്, രണ്ടാമത്തത് 2x ആണ്, അടുത്തത് 3x ആണ്. ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരണം? 180 വരണം. അതെങ്ങനെ 180 കിട്ടി? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ത്രികോണത്തിന്റെ 3 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരണം? 180 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിഗ്രി വരേണ്ടി വരും. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വലിയ കോണിന്റെ അളവ് എത്ര, അതായത് 3x എത്ര എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ എക്സിന്റെ വില നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3x കിട്ടും. അപ്പൊ x + 2x + 3x, x + 2x 3x ആണ്, 3x + 3x 6x ആണ് അല്ലെങ്കിൽ 6x ആണ്. 6 × x = 180. x എന്ന് പറയുന്നത് 180 ഡിവൈഡഡ് ബൈ 6 = 30 ഡിഗ്രി. ഓക്കെ ആണോ? എക്സിന്റെ വില എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? ഏറ്റവും വലിയ കോണാണ്. ദാറ്റ് മീൻസ് 3x ആണ്. ദാറ്റ് മീൻസ് 3 × 30 = 90 ഡിഗ്രി. ഓക്കെ, ഓപ്ഷൻ ഉണ്ടോ നോക്കാം. യെസ്, ഓപ്ഷൻ ഡി ആയിട്ടാണ് നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. ഓക്കെ, 90 ഡിഗ്രി. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ, ബട്ട് കുറേ കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.